പാഷൻ ഫോളോ ചെയ്യുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ നമ്മൾ പല സമയത്തും പല ആൾക്കാരുടെയും അഡ്വൈസ് ഒക്കെ നമ്മൾ കേൾക്കാറുള്ളതാണ് അല്ലേ. അതിൽ മാത്രം നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പലരും പറയാറുണ്ട്. ശരിക്കും ഇത് ശരിയാണ്. അതും ബിസിനസ് ആംഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബിസിനസ്സിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പാഷൻ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള ബിസിനസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ബിസിനസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആവുന്ന ഉറപ്പുണ്ടോ? ഇല്ല എന്ന് തന്നെ പറയണം. കാരണം മെജോറിറ്റി കേസസിൽ നമ്മൾ കാണുന്ന സമയത്ത് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര റൊമാൻറ്റിക് ആണ്, പക്ഷേ ബിസിനസ് ഫീൽഡിൽ വന്ന സമയത്ത് ഇതൊരു പ്രാക്ടിക്കൽ അഡ്വൈസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം പാഷൻ്റെ പേരിൽ ബിസിനസ് ചെയ്ത പല ആളുകളും ബിസിനസ്സിൽ ഫെയിലിയർ ആയിട്ടുണ്ട്. അപ്പോൾ അവർ നോക്കുന്ന സമയത്ത് ഇവർ പാഷൻ്റെ പ്രശ്നമോ ഇവർക്ക് അതിൽ ഇഷ്ടമില്ലാത്ത പ്രശ്നമൊന്നുമല്ല, ഇവരുടെ ബിസിനസ് മെക്കാനിസത്തിന് റോങ് ആയിട്ടുള്ള ഡയറക്ഷൻസിലും റോങ് ആയിട്ടുള്ള ഡിസിഷൻസിലൊക്കെയാണ് ഇവരുടെ ബിസിനസ് ഫെയിലിയർ ആവുന്ന സിനാരിയോസ് ഇവർക്ക് ഉണ്ടായിട്ടുള്ളതാണ്. സോ അതിലോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശരിക്കും ഒരു ബിസിനസ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു $250 million അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ വലിയ സ്കെയിലിൽ ബിസിനസ് ബിൽഡ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ റവന്യൂ ബിൽഡ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകൾ യൂസ് ചെയ്യുന്ന, പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിം വർക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു 5 എക്കണോമിക് അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ബിസിനസ്സുകളിൽ ഉണ്ടെങ്കിൽ, മിക്ക ബിസിനസ്സുകളിലും ഇതിൽ ഒന്നൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ ഇതിലൊന്നൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഇത് 5 നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്, 5 നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അഡ്വാൻറ്റേജസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങളുടെ ബിസിനസ് ലോകത്തിലെ ഒരു ചീറ്റ് കോഡായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ 5 കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തൊക്കെയാണ് നോക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, നമ്മുടെ ബിസിനസ്സിലോട്ട് ഇതിനെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, ഈ ചീറ്റ് കോഡ് അപ്ലൈ ചെയ്യാം, നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ ഒരു ഹ്യൂജ് റവന്യൂ ഉള്ള ഒരു പോർട്ട്ഫോളിയോ ആക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാം, ശ്രദ്ധിച്ച് കാണാം. ഇതിൽ ആദ്യത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്റ്റിക്കിനെസ് എന്നുള്ളൊരു കാര്യമാണ്. ഈ സ്റ്റിക്കിനെസിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി. ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങി ആദ്യത്തെ ദിവസം റെസ്റ്റോറൻറ്റ് ഫുള്ള് തിരക്കും ബഹളവും ഫുൾ കച്ചവടം, ഭയങ്കര അടിപൊളി. രണ്ടാമത്തെ ദിവസത്തിൻ്റെ പകുതി ആൾ പോലും വന്നില്ല. സ്വാഭാവികമായിട്ട് നിങ്ങൾ ആദ്യത്തെ ദിവസത്തെ എക്സ്പെക്ടേഷനിൽ ഫുഡൊക്കെ അത്രയും ഉണ്ടാക്കിയിട്ടുണ്ടാവും, ചിലപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും, തിരക്കാവും, തികയാതാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതിൻ്റെ പകുതി പോലും ആൾ വരാതെ നിങ്ങൾക്ക് നഷ്ടമായി. മൂന്നാമത്തെ ദിവസം നോക്കുമ്പോൾ അത്രയും ആൾ വരുന്നില്ല. ഇങ്ങനത്തെ പല സ്റ്റോറീസും നമ്മൾ കേൾക്കാറുണ്ട്. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ആളുകൾക്ക് ഇപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റോറി നമുക്ക് എടുക്കാം. ആളുകൾക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, പക്ഷേ അവർക്ക് വീണ്ടും വരാനൊരു കാരണം അതിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം ഫുഡാണ്, അത് വേറെ എവിടെ നിന്നും ചിലപ്പോൾ അവർക്ക് കിട്ടും, അവിടെ തന്നെ വന്ന് കഴിക്കണം എന്ന് നിർബന്ധം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ എന്ത് വാല്യൂ ആണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. സോ ഇത് ബിസിനസിന്റെ ഒരു സ്റ്റിക്കിനെസിന്റെ പ്രശ്നമാണ് നമ്മൾ പറയാം. ഇതിന് നിങ്ങളുടെ ബിസിനസിന്റെ ബക്കറ്റിൽ ഒരു ഹോൾസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ്സിന്റെ ഒരു ബക്കറ്റ് അന്നിരിക്കുക, ആ ബക്കറ്റിന് ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും എത്ര വെള്ളം നിങ്ങൾ അതിലോട്ട് ഒഴിച്ചു കൊടുത്താലും ആ ബക്കറ്റിൽ എന്ത് ചെയ്യില്ല, നിറയത്തുമില്ല, അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ലീക്ക് ആയിക്കൊണ്ടിരിക്കും. സോ ഇതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്. ഇതിനെ എത്രത്തോളം നമുക്ക് ഡിവൈഡ് ചെയ്ത് എത്രത്തോളം നമുക്ക് ഇതിനെ എഫക്റ്റീവ് ആക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോഗോ റിട്ടൻഷൻ എന്ന് പറയും. ലോഗോ റിട്ടൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം വന്ന 100 പേരിൽ അടുത്ത വർഷവും 90 പേര് ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിട്ടൻഷൻ 90% ആണ്. ഇതാണ് ലോഗോ റിട്ടൻഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു വർഷം 100 പേര് കസ്റ്റമറായിട്ട് വന്നിട്ടുണ്ട്, അതിൽ 90 പേര് നിങ്ങളുടെ ഇതിൽ വന്ന് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിട്ടൻഷൻ റേറ്റ് അല്ലെങ്കിൽ റിട്ടൻഷൻ ലോഗോ റേറ്റ് എന്ന് പറയുന്നത് 90% എന്നുള്ളതാണ്. ആ റേറ്റ് എത്രത്തോളം കൂടുതലുണ്ടോ അത്രത്തോളം നിങ്ങളുടെ ബിസിനസ്സിൽ ഈ ഒരു സ്റ്റിക്കിനെസ് അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത നെറ്റ് റവന്യൂ റിട്ടൻഷൻ, NRR എന്ന് പറയും. നെറ്റ് റവന്യൂ റിട്ടൻഷൻ, അതേ കസ്റ്റമേഴ്സ് പഴയതിനേക്കാൾ കൂടുതൽ പണം നിങ്ങളുടെ ബിസിനസ്സിൽ ചെലവാക്കുന്നുണ്ടോ, കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, ദാറ്റ് ഈസ് 120% ദെൻ യുവർ നെറ്റ് റവന്യൂ റിട്ടൻഷൻ. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അതേ കസ്റ്റമറിനെ നമ്മൾ വീണ്ടും കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് നമുക്ക് അവിടെ വരുന്നില്ല, അവർ വീണ്ടും നമ്മളെ കസ്റ്റമർ ആവുകയും അവർ വീണ്ടും നമ്മളുടെ സ്പെൻഡ് ചെയ്യുകയും നമ്മളെ ബിസിനസ്സിൽ സ്പെൻഡ് ചെയ്യുകയും നേരത്തെ സ്പെൻഡ് ചെയ്തതിനേക്കാൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു 120% നെറ്റ് റവന്യൂ റിട്ടൻഷൻ ഒക്കെ നമുക്ക് അവിടെ കണക്കാക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഈ നെറ്റ് റവന്യൂ റിട്ടൻഷൻ NRR എന്ന് പറയുന്നത്. ഇതിന് 2 രീതിയിൽ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഈ കസ്റ്റമർ ഡ്രോപ്പ് ഔട്ട് ആവുന്ന ഒരു ഫേസ് ഉണ്ട്, ആ ഫേസിനെയും കൂടെ നമുക്ക് മനസ്സിലാക്കാം. അതിലൊരു മന്ത് 1 നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു 20% ആളുകൾ പോവുക. അവിടെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഓൺ ബോർഡിങ് ഫേസ് ബെസ്റ്റ് ആക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയില്ലേ, അത് എത്രത്തോളം നിങ്ങൾ അടിപൊളിയാക്കുന്നോ അത്രത്തോളം ആൾക്കാർ നിങ്ങൾ സ്റ്റിക്കിനെസ് കൊണ്ടുവരാൻ പറ്റും, അത്രത്തോളം ആൾക്കാർ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ റിട്ടേൺഷൻ ഒരു ലീക്കേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും എന്നുള്ളതാണ്. ആ മന്ത് 1 നിങ്ങൾ ബെസ്റ്റായിട്ട് നിങ്ങളുടെ ഓൺ ബോർഡിങ് ഫേസ് അടിപൊളിയായിട്ട് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കുറക്കാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമതെന്ന് വെച്ചാൽ 3ാമത്തെ മാസത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും ഒരു 10% ആൾക്കാർ പോവുക. അവർക്ക് ശരിയായ വാല്യൂ കിട്ടുന്നുണ്ടോ നിങ്ങൾ ഉറപ്പാക്കണം. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ റിട്ടേൺഷൻ കീപ്പ് ചെയ്യാത്ത കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ സംസാരിക്കണം. എന്നിട്ട് നിങ്ങൾ അവരുടെ ചോദിക്കണം എന്താണ് പ്രശ്നം, എന്തുകൊണ്ട് നിങ്ങൾ റിട്ടേൺഷൻ ചെയ്യുന്നില്ല, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എന്ത് റിട്ടറേറ്റ് ആണ് ഇതിൽ ചെയ്യുന്നത്, എന്ത് ഇമ്പ്രൂവ്മെന്റ് ആണ് കൊണ്ടുവരേണ്ടത്, അവരുടെ ഫീഡ്ബാക്ക് ആണ് നിങ്ങൾ കേൾക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളെ കയ്യിൽ നിന്ന് വീണ്ടും മേടിക്കുന്ന ആൾക്കാരെ, വീണ്ടും കസ്റ്റമർ ആകുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ചോദിക്കണം എന്തുകൊണ്ട് നിങ്ങൾ വീണ്ടും നമ്മളെടുത്ത് കസ്റ്റമർ ആയി, അവിടെ എന്ത് വാല്യൂ ആണ് അവർക്ക് കിട്ടുന്നത്, ആ വാല്യൂ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് കിട്ടുന്നില്ല. ഇത് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റണം, ആ ഗ്യാപ്പ് നമുക്ക് അവിടെ ഫില്ല് ചെയ്യാൻ പറ്റണം. അവിടെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ്
കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ടും കാര്യങ്ങളൊന്നും സ്റ്റേബിൾ ആയിട്ട് വരുന്ന സിനാരിയോ ഉണ്ടാവും. അപ്പോൾ അവിടെ 6 മാസം വരെ ഒരു കസ്റ്റമറെ നിങ്ങൾ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ലൈഫ് ടൈം കസ്റ്റമറാണ്. ഒരു 6 മാസം സസ്റ്റൈനബിൾ ആയിട്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റി കഴിഞ്ഞാൽ അവർ പിന്നീട് നിങ്ങളുടെ ലൈഫ് ടൈം കസ്റ്റമേഴ്സ് ആയിട്ട് നിങ്ങളെ കൊണ്ടുവരാൻ ഇത്രയും ബിസിനസ് അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് അതിൽ എടുക്കാനും വേണ്ടി പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ സ്റ്റിക്കിനെസിന്റെ ഒരു കോൺസെപ്റ്റ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ എക്കണോമിക് അഡ്വാൻറ്റേജിനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു. ഇത്തരത്തിൽ നിങ്ങളുടെ റിട്ടേൺസ്, നിങ്ങളുടെ സ്റ്റിക്കിനെസ് നിങ്ങൾ എത്രത്തോളം കൂട്ടുന്നു, അതിന്റെ ലീക്കേജ് എത്രത്തോളം നിങ്ങൾ കുറക്കുന്നു, അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ ബിസിനസ്സിനെ റവന്യൂ ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ആൻഡ് അടുത്ത അഡ്വാൻറ്റേജ്, രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് എന്നുള്ളതാണ്. ഈ എക്സ്പെൻസീവ് എന്നുള്ളതിലോട്ട് വരുന്ന സമയത്ത് ഒരു ബിസിനസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നടത്തുമ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് റവന്യൂ അതുപോലെ തന്നെ പ്രോഫിറ്റും. ഈ റവന്യൂ നോക്കണം, പ്രോഫിറ്റ് നോക്കണം എന്ന് പറയുന്നതിൽ ഞാനൊരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾ പറഞ്ഞുതരാം. ഒരു കമ്പനി എ നിങ്ങളൊരു എക്സാമ്പിൾ എടുക്കുക. ഒരു സ്മോൾ ബിസിനസ് ആണെന്ന് വിചാരിക്കുക. ഒരു 20 crore റവന്യൂ ചെയ്യുന്നുണ്ട്. അതിൽ എക്സ്പെൻസസ് കഴിഞ്ഞ് കയ്യിൽ ബാക്കിയുള്ളത് ഒരു 50% റവന്യൂ എന്ന് വിചാരിക്കുക. ഞാനൊരു എക്സാമ്പിൾ ആട്ടോ പറയാം, 50% പ്രോഫിറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ന് പറയുന്നത് എത്രയാണ്, 10 കോടി രൂപയാണ് അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 20 കോടി റവന്യൂവിൽ 10 കോടി രൂപ പ്രോഫിറ്റ് എന്നുള്ള ഇതാണ് ഒരു എ കമ്പനി എന്ന് പറയുന്നത്. അതായത് ഒരു സ്മാർട്ട് ബിസിനസ് എന്നുള്ള രീതി നമുക്ക് ഇതിനെ കാണാൻ വേണ്ടി പറ്റുന്നിരിക്കാം. ഇപ്പോഴത്തെ നമ്മൾ കമ്പനി ബി എടുക്കുകയാണ്. കമ്പനി ബിനെ നമ്മളൊരു ഹാർഡ് വർക്ക് ബിസിനസ് എന്നുള്ള രീതിയിൽ നമുക്ക് മെൻഷൻ ചെയ്യാം. ഇതിനകത്ത് 100 crore നമ്മൾ റവന്യൂ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇതിന്റെ എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞ് ഇതിന്റെ ഒരു പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് 10% ആണെന്ന് വിചാരിക്കാം. 10% ലാഭമാണെന്ന് വിചാരിക്കാം. അപ്പോൾ എത്രയാണ്, 10 കോടി രൂപ. നേരത്തെ പറഞ്ഞതിൽ 20 crore ബിസിനസ് ചെയ്യുന്നുണ്ട്, 50% മാർജിൻ ഉണ്ട്, 10 കോടിയുടെ ലാഭമാണ്. ഇപ്പോഴത്തെ 100 crore ബിസിനസ് ചെയ്യുന്നുണ്ട്, 10% മാർജിനാണ്. ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, 10 കോടി ലാഭമാണ്. ഇതിന് 2 കേസിൽ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടിലും എന്താണ്, 10 കോടി തന്നെയാണ് നമ്മളെ ലാഭം, പ്രോഫിറ്റ് വരുന്നതിലാണ്. പക്ഷേ കമ്പനി എ വെറും 20 കോടി ബിസിനസ് ചെയ്താണ് ഈ ലാഭം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ കമ്പനി ബി നോക്കുന്ന സമയത്ത് ലാഭം ഉണ്ടാക്കാൻ 100 crore ബിസിനസ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. സോ അതുകൊണ്ട് കമ്പനി എ ആണ് നല്ലത് എന്ന് നമുക്ക് പറയാൻ പറ്റും, കമ്പനി ബി അത്ര നല്ലതല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇത് ഈ ഒരു എക്സ്പെൻസ് സൈഡിൽ നമ്മൾ നോക്കുന്ന സമയത്താണ് കേട്ടോ. ഇതിന്റെ കോസ്റ്റ് മാനേജ്മെന്റ് സൈഡിന്റെ ആംഗിളിൽ നോക്കുമ്പോഴാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. കമ്പനിയുടെ ഗ്രോത്തിന്റെ ബേസിലല്ല നമ്മൾ ഈ ഒരു കാര്യം സംസാരിക്കുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾ നോക്കേണ്ട സംഭവം എന്ന് പറയുന്നത്, ഫസ്റ്റ് പോയിന്റ്, ഇതിൽ ഒരു പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 കോടിയുടെ ബിസിനസ് ഹാൻഡിൽ ചെയ്യാൻ വലിയ ഒരു ഓഫീസും കാര്യങ്ങളും, വലിയ സ്റ്റാഫുകളും കാര്യങ്ങളും, കൂടുതൽ ലോജിസ്റ്റിക് സിസ്റ്റം, കൂടുതൽ കാര്യങ്ങളൊക്കെ വേണ്ട വലിയൊരു രീതിയിൽ അത് റൺ ചെയ്യുന്ന സമയത്ത് അവർക്ക് അത്രയും തന്നെ എക്സ്പെൻസും എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ വരുന്നുണ്ടാവും. അത്രയും ഹാർഡ് വർക്ക് അവിടെ വരുന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള കോസ്റ്റ് അവിടെ വരുന്നുണ്ടാവും. ഇതുകൊണ്ട് തന്നെ 20 crore ബിസിനസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, അത്രയും തന്നെ ഒരു ഇതുണ്ടാവില്ല, പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടാവില്ല, അത്രയും തന്നെ കോസ്റ്റ് ഉണ്ടാവില്ല, അത്രയും തന്നെ വലിയ ലയബിലിറ്റീസ് അതിൽ ഉണ്ടാവില്ല എന്നുള്ളതായിരിക്കും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത്, കുറഞ്ഞ ബിസിനസ് ആയതുകൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അതായത് ചെറിയ ബിസിനസ് മോഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. ആൻഡ് പ്രോഫിറ്റ് സൈഡിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ മാർജിൻ കൂടുതലായതുകൊണ്ട് കമ്പനിയുടെ ഗ്രോത്ത് സ്പീഡാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത് നമ്മൾ ഇനീഷ്യൽ ഫേസിൽ പറയുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് 100 കോടിയുടെ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ എക്സ്പെൻസ് എല്ലാം കൂടി അങ്ങനെ കയറ്റി വെച്ച് ലൈബിലിറ്റി എല്ലാം ആക്കിയിട്ട് 10% മാർജിനിൽ ബിസിനസ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾ ഒരു 20 കോടിയുടെ ബിസിനസ് ചെയ്യുക. അതിൽ നിങ്ങൾ ഒരു 10 കോടി മാർജിൻ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ലീനായിട്ട് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് പോയിട്ട് പിന്നെ അത് വെച്ച് എന്ത് ചെയ്യുക, സ്കെയിൽ ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇത് ജസ്റ്റ് എക്സാമ്പിൾസ് മാത്രമാണ് പറയുന്നത്. 50% കമ്പനിക്ക് മാർജിൻ വേണം എന്നുള്ളതല്ല പറയുന്നത്. 10%, 5% ഒക്കെ മാർജിൻ ആണെന്നുണ്ടെങ്കിലും അത് സ്മാർട്ട് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലായിട്ട് നമുക്ക് റൺ ചെയ്യാൻ വേണ്ടി പറ്റണം. ആ കോസ്റ്റിനെ, എക്സ്പെൻസസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ലയബിലിറ്റീസ് ഓവർ ഹെഡ് ആയിട്ട് നമ്മൾ എടുത്ത് വെക്കരുത് എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് ഇപ്പോൾ 100 കോടിയുടെ ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ് ഒന്ന് 90 കോടിയിലോട്ടോ 80 കോടിയിലോട്ടോ കുറഞ്ഞാൽ അവർ ലോസ് മേക്കിംഗ് കമ്പനി ആയിട്ട് മാറി. അതേസമയം 20 കോടി ബിസിനസ് ചെയ്യുന്ന ആൾക്ക് 20 കോടിയുടെ ബിസിനസ് ഒരു 18 കോടിയിലോട്ടോ 15 കോടിയിലോട്ടോ 12 കോടിയിലോട്ടോ വന്നാൽ പോലും സ്റ്റിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും ഇനീഷ്യൽ ഫേസിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവാം, പക്ഷേ സ്കെയിലിംഗ് ഫേസിലും ഇതേ ന്യൂമറിക്സിലാണോ നമ്മൾ പോകുന്നത് എന്നുള്ളത്, നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റുന്നുണ്ടോ, എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണോ അത് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കണം എന്നുള്ളതാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ ടേൺ ഓവർ എന്നുള്ളത് മാത്രമല്ല ഇമ്പോർട്ടന്റ്, മാർജിനും വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രോഫിറ്റ് എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോഫിറ്റ് ഇല്ലാതെ ഇവിടെ ആരും എന്ത് ചെയ്യേണ്ട, ബിസിനസ് ചെയ്യണ്ട എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതൊരു എക്സ്പെൻസീവ് ഹാബിറ്റ് മാത്രമാണ്, അത് എക്സ്പെൻസീവ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത്തെ എക്കണോമിക് അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അടുത്തൊരു അഡ്വാൻറ്റേജ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സ്പാൻഷൻ എന്നുള്ളതാണ്. എക്സ്പാൻഷന്റെ കേസിൽ നമുക്ക് വരുന്ന സമയത്ത് ഒരു പുഴയിലൂടെ തുഴയുന്ന ഒരു ബോട്ട് ലൈക്ക് ഒരു ഒഴുക്കിനൊപ്പം തുഴയുന്നതും എളുപ്പമായിരിക്കും. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ അകത്ത് നമ്മളൊരു ബോട്ട് ആ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സൈഡിലോട്ട് തുഴയാൻ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. പക്ഷേ ഒഴുക്കിനെതിരെ തുഴയുന്നത് എന്താണ്, അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ളതാണ്. അതായത്
സിമ്പിളായിട്ട് നമ്മളിവിടെ ബിസിനസ്സിൽ അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിന്റെ കേസിൽ അത് എങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ നിങ്ങൾക്ക് എന്തുണ്ട് ഒരു ഒഴുക്കുണ്ട്. ആ ഒഴുക്കിന്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. അതേസമയം നിങ്ങൾക്ക് സക്സസ് ആവാനുള്ള ഒരു ചാൻസ് അവിടെ ഹയർ ആയിരിക്കും. എന്നാൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി മാർക്കറ്റിൽ നിങ്ങൾ ആ ബിസിനസ് ഗ്രോ ചെയ്യാൻ ഇൻഡസ്ട്രിയിൽ ഗ്രോ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ട് അത്ര എളുപ്പമായിരിക്കും നിങ്ങൾക്ക് അവിടെ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത്, ഗ്രോ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഫീസിബിൾ ആയിട്ട് ഉണ്ടോ, അവൈലബിലിറ്റി ഉണ്ടോ, നമുക്ക് ഗ്രോത്ത് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അതിനനുസരിച്ചായിരിക്കും നമ്മൾ എക്സ്പാൻഷൻസ് പ്ലാൻ ചെയ്യുന്നത്. പലപ്പോഴും പല ബിസിനസ്സുകളും റോങ് ടൈമിങ്ങിൽ, മാർക്കറ്റ് റെഡി അല്ലാത്ത ടൈമിൽ, ഇൻഡസ്ട്രി റെഡി അല്ലാത്ത ടൈമിൽ എക്സ്പാൻഡ് ചെയ്യുകയും അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ കോവിഡിന്റെ സമയത്തൊക്കെ എക്സ്പാൻഷൻ അനൗൺസ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്തത് കൊണ്ട് ബിസിനസ് ഫെയിലിയർ ആയിട്ടുള്ള പല ബിസിനസ്സുകാരൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ അതിൽ എന്ത് ചെയ്യാറുണ്ട്? വരാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഗ്രോത്ത് ഹാക്ക് അതിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്ലോലി വളരുന്ന മാർക്കറ്റിൽ എക്സ്പേർട്ട് ആവാൻ നോക്കുന്നതിനേക്കാൾ നല്ലതാണ് നമുക്ക് ഏറ്റവും വേഗത്തിൽ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ, ഒരു സ്കോപ്പുള്ള ഇൻഡസ്ട്രിയിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ബിസിനസ് സ്കെയിൽ ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു ആവറേജ് ഗ്രോത്ത് എപ്പോഴും മെയിൻറ്റൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ആ ഒരു സ്പേസിൽ ഓൾറെഡി അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ആകുമ്പോൾ അതിന്റെ കൂടെ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഇതിൽ നമ്മളിപ്പോൾ 2026 അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ പറയാൻ പറ്റും? AI ഇൻഫ്രാസ്ട്രക്ചർ പറയാൻ പറ്റും, സൈബർ സെക്യൂരിറ്റി പറയാൻ പറ്റും, ഇ-കൊമേഴ്സ് പറയാൻ പറ്റും, ഓൺലൈൻ എഡ്യൂക്കേഷൻ പറയാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഏരിയാസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതുണ്ട് അല്ലേ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒരു എക്സാമ്പിൾസ് എന്നുള്ള രീതിയിൽ പറഞ്ഞുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സെക്ടേഴ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? ബൂം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ കൂടെ നിങ്ങൾ ആ ഇൻഡസ്ട്രീസിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ നിൽക്കുന്നുണ്ട് ഒരു അഡ്വാൻറ്റേജ് അവിടെ ഉണ്ട് അല്ലേ, ഒരു എക്കണോമിക്കൽ അഡ്വാൻറ്റേജ് അവിടെ ഉണ്ട്. അതാണ് എക്സ്പാൻഷൻസിലെ ഒരു അഡ്വാൻറ്റേജ് ഫേസ് പറയുന്നത്. നെക്സ്റ്റ്, കേരളത്തിൽ ഒരു സ്പെഷ്യൽ സ്കോപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ ടൂറിസം ടെക്കും, ഹെൽത്ത് ടെക്കും, അഗ്രി ടെക്കും വളരെയധികം ബൂമിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 3 മേഖലയിലും ഓൾറെഡി മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രൊജക്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അവിടെ ഒരു ബിസിനസ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് എന്ത് ചെയ്യും? അവിടെ നമ്മളെ ഗ്രോത്തിലും റിഫ്ലക്ട് ചെയ്യുന്നതാണ്. സോ ഇത്തരത്തിൽ നിങ്ങളൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഏറ്റവും ബെസ്റ്റ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ, റൂട്ട് തെറ്റാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ എത്താൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു സംഗതി എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യാണ്? അത് ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ അവിടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ബിസിനസ്സിൽ ഏത് വഴിക്കാണോ പോകുന്നത് ആ ഇൻഡസ്ട്രിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അവിടെ എത്താൻ വേണ്ടി പറ്റും. ആ ഒരു ഗ്രോത്തിൻ്റെ റിഫ്ലക്ഷൻസ് നിങ്ങളുടെ ബിസിനസ് ഗ്രോത്തിൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നാലാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എയർ എന്ന് പറയും. എയർ എന്ന് പറയുമ്പോൾ ബേസിക്കലി ബിസിനസ് സ്കെയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് സ്കെയിൽ ഓൺ എയർ എന്ന് പറയുന്നത്. നമ്മൾ അതായത് ഭാരമില്ലാതെ വായുവിലൂടെ എന്ന പോലെ ബിസിനസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളർത്താൻ പറ്റും. അതായത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലയബിലിറ്റീസും കോൺസ്ട്രൻസ് ഒന്നും ഇല്ലാതെ എഫക്റ്റീവായിട്ട് സ്മൂത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഫ്ലോ ചെയ്യാൻ പറ്റണം നമ്മൾ ബിസിനസ്സിൻ്റെ സ്കെയിലിങ്. അതായത് വലിയ തലവേദനകളൊന്നും ഇല്ലാതെ കൂടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും അടിക്കടിക്ക് ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്ത് ഒരു സ്കെയിൽ ചെയ്യാന്നുള്ളതല്ല. ഒരു ഫേസ് ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്ത് അത് സ്മൂത്തായിട്ട് ലിഗേറ്റ് ചെയ്ത് അടുത്ത ഫേസിലോട്ട് പോയി അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള പ്ലാനും റോഡ് മാപ്പും സ്ട്രക്ചറും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഗ്രോത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിൻ്റെ അകത്ത് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഒരു 100 റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള എക്സാമ്പിൾ അടിക്കാം. ഒരു 100 റെസ്റ്റോറൻറ്റ് നമ്മൾ തുടങ്ങാൻ വിചാരിച്ചു. അതിന് 100 കിച്ചൺ വേണം, 100 ടീം വേണം, 100 സ്ഥലത്ത് നമ്മൾ റെൻറ്റ് കൊടുക്കണം. സോ അവിടെ ഒരിടത്തൊരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും വലിയ തലവേദനയാവും. സോ അവിടെ തോൽക്കാൻ നമുക്ക് 100 ഓപ്ഷനായി, 100 സ്ഥലത്ത് നമ്മൾ തോൽക്കാനുള്ള ചാൻസ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പകരം അതിന് പക്ഷേ നമ്മളൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണെങ്കിലോ അത്ര പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഏത് ബിസിനസ് തുടങ്ങും എന്നുള്ള ചൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? നോക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഈ 100 ഹോട്ടൽ തുടങ്ങിയിട്ട് 1000 ആൾക്കാർക്ക് അല്ലെങ്കിൽ 1 ലക്ഷം, 10 ലക്ഷം ആൾക്കാർക്ക് സെർവ് ചെയ്യുന്നതിനെക്കാട്ടിലും ഒറ്റ പ്രൊഡക്റ്റ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പം ഒരു 1 ലക്ഷം ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് തീരുമാനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ സ്മൂത്ത് ആയിട്ടുള്ള സ്കെയിലിംഗ് പ്രിഫർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വാറൻ ബഫറ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്. വാറൻ ബഫറ്റ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രീ ഡിസ്ട്രിബ്യൂട്ടബിൾ ക്യാഷ് ഫ്ലോ ആണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ രൂപയും വീണ്ടും വലിയ മെഷീൻസ് പർച്ചേസ് ചെയ്യാനും ബിൽഡിംഗ് ഉണ്ടാക്കാനും മുടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പണം തീർക്കുകയാണ്. സ്കെയിൽ ചെയ്യാൻ പൈസ കാണില്ല, സർവൈവ് ചെയ്യാൻ പൈസ കാണില്ല. അതായത് നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസ ഫുൾ നിങ്ങൾ കുറെ ബിൽഡിംഗ് ഉണ്ടാക്കാനും പിന്നെയും കുറെ മെഷീൻസ് പർച്ചേസ് ചെയ്യാനും കൊണ്ടിട്ട് സ്റ്റക്ക് ആയിട്ട് വിടുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ബിസിനസ് എന്തെയില്ല, സ്മൂത്ത് ആയിട്ടും എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സിനാരിയോ വരുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സ്മൂത്ത്നെസ് നിങ്ങളുടെ സ്കെയിലിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബിസിനസിന്റെ ഗ്രോത്തിനെ ബാധിക്കുകയും, എന്നാൽ അതേസമയം നിങ്ങൾ ആ ഒരു സ്മൂത്ത് ആയിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു എക്കണോമിക്കൽ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് എടുക്കാനും പറ്റും. അതാണ് സ്കെയിൽ ഓൺ ആൻ എയർ എന്നുള്ള രീതിയിൽ ഒരു അഡ്വാൻറ്റേജ് ഫോർ നമ്മളവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹൈ ROIC ഉള്ള ബിസിനസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്യണം. കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ ഹൈ ROI ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന, റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ നമുക്ക് പറ്റുന്നതാണ്. അടുത്തൊരു അഡ്വാൻറ്റേജ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ യുണീക്ക്നെസ് എന്നുള്ളതാണ്. 5ാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ കണ്ടിരിക്കുന്നതാണ് യുണീക്ക്നെസ് എന്നുള്ളതാണ്. ഈ യുണീക്ക്നെസ്സിലൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ബിസിനസ് ഒരു മോട്ടോ ഇല്ലെങ്കിൽ, നിങ്ങളുടെ ബിസിനസ്സിന് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു USP ഇല്ല എന്നുണ്ടെങ്കിൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യാനും നിങ്ങളെ കോമ്പറ്റീറ്റർ ആവാനും നിങ്ങളെ അടിച്ചിടാനൊക്കെ പറ്റുന്നൊക്കെ നമ്മൾ പറയും. ഈവൻ അവിടെ നമുക്കൊരു കസ്റ്റമർ പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഞാൻ എടുക്കണം?
ഇത്രയും ബ്രാൻഡുകളുണ്ട്, ഇത്രയും പ്രൊഡക്റ്റുകളുണ്ട്, നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്തിനെടുക്കണം, നിങ്ങളുടെ കസ്റ്റമർ ഞാൻ എന്തിനാവണം എന്നുള്ള പ്രോപ്പറായിട്ടുള്ള യുണീക്ക് സെല്ലിംഗ് പോയിന്റുകൾ അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, യുണീക്ക് ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് അവിടെ കൊടുക്കാൻ വേണ്ടി പറ്റി കഴിഞ്ഞാലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബിസിനസ്സിൽ എന്ത് ചെയ്യാൻ പറ്റണം, ഒരു ക്ലാരിറ്റി അവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. അവിടെ നമുക്ക് കോമ്പറ്റീറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ പ്രൈസ് വാർ വരും, അവിടെ പ്രൈസിൽ അങ്ങനെ ഇങ്ങനെ കുറച്ച് കൊടുക്കേണ്ട സിറ്റുവേഷൻസ് അങ്ങനെ സംഭവങ്ങൾ വരും, അവിടെ ലാഭം കുറയും, അവിടെ അവസാനം ആർക്കും ഒരു മെച്ചമില്ലാത്ത രീതിയിൽ ആ മാർക്കറ്റേ ഡിസ്റപ്റ്റ് ആയി പോകുന്ന സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ പലപ്പോഴും പല എക്സ്പീരിയൻസുകൾ കാണാറുള്ളതാണ്. ഇതിനകത്ത് നമ്മൾ കാണുന്ന സംഭവം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഹൈ ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്നുള്ളൊരു പോയിന്റ് നമുക്ക് അവിടെ നോക്കാൻ വേണ്ടി പറ്റും. അതായത് ഒരു മോട്ടോ ഉണ്ടാക്കാൻ നമ്മളവിടെ നോക്കുന്ന സമയത്ത് ഹൈ ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു NVIDIA പോലത്തെ ഒരു കമ്പനിയെ നോക്കുക, അവർ AI ചിപ്പ് ഉണ്ടാക്കാൻ ബില്യൺ കണക്കിന് ഡോളർ മെഷീനറീസിലും വേണം. അപ്പോൾ അവിടെ നമ്മൾ എന്താണ്, ഒരു പുതിയ ആൾക്ക് പെട്ടെന്ന് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ട് കയറി വരാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അവിടെ അത്രയും വലിയ ക്യാപിറ്റൽ റിക്വയർമെന്റ് ഉള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യില്ല, അവർ പെട്ടെന്ന് വന്നിട്ട് ഒരാൾക്ക് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പല ബിസിനസ്സുകളുണ്ട്. ഇപ്പോൾ ഒരു ഫ്രോസൺ ഫുഡിന്റെ വലിയൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്ന് ഒരു കോമ്പറ്റീറ്റർ പെട്ടെന്ന് ജനിക്കില്ല. കാരണം എന്താണ്, അവർ വലിയ ക്യാപിറ്റൽ റിക്വയർമെന്റിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്, വലിയ പ്രൊജക്റ്റുകൾ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ വലിയ പ്രൊജക്റ്റുകൾ ചെയ്യുന്ന സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ്, ഇത്തരത്തിൽ വലിയ ചലഞ്ചസുകൾ, വലിയ കോമ്പറ്റീഷൻസ് അവിടെ വരില്ല എന്നുള്ളതാണ്. അവർക്ക് ഇങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് അവിടെ ഉണ്ട്. പിന്നെ അതുപോലെ ഉള്ളതാണ് പ്രൊപ്പറേറ്ററി അസെറ്റ്സുകളുള്ള, അതായത് പ്രോപ്പറായിട്ടുള്ള ട്രേഡ് സീക്രട്സുകളാണെങ്കിലും ട്രെൻഡ് സീക്രട്സുകളാണെന്നുണ്ടെങ്കിലും യുണീക്ക് റെസിപ്പീസ് ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ പ്രൊപ്പറേറ്ററി അസെറ്റുകൾ ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പാറ്റന്റുകൾ ഹോൾഡ് ചെയ്യുന്ന ബിസിനസ്സുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അവർക്ക് പ്രോപ്പറായിട്ടുള്ള USPs ഉണ്ടാവും. അത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഫോർമുലയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിനെ സ്കെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പറ്റീഷൻ വരാതിരിക്കാനും നിങ്ങളുടെ മാർക്കറ്റിൽ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് ഗ്രോ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടെന്നുള്ളതാണ്. അടുത്തതാണ് ബ്രാൻഡ് പവർ എന്ന് പറയുന്നത്. നിങ്ങളുടെ ബ്രാൻഡിന് നിങ്ങളുടെ ട്രസ്റ്റും ക്രെഡിബിലിറ്റി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബ്രാൻഡിൽ ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ഐഡൻറ്റിറ്റിയിലൂടെ പോകുന്ന സമയത്ത് അതൊരു നിങ്ങളുടെ ബ്രാൻഡ് ഐഡൻറ്റിറ്റിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾ പറയുന്ന പ്രൈസാണ്, നിങ്ങൾ പറയുന്ന കസ്റ്റമർ അതിന് വരികയാണ്. അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ പറയുമ്പോൾ ഇവിടെ നമ്മളൊരു ചായക്കടയിൽ ഒരു കോഫി 20 രൂപയ്ക്ക് കോഫി കുടിക്കാൻ പറ്റുന്ന സംഭവം നമ്മൾ സ്റ്റാർബക്സിൽ പോയിട്ട് കുടിക്കുന്ന സമയത്ത് നമ്മൾ അതിന് 200-300 രൂപ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്, ആ ബ്രാൻഡ് വാല്യൂ എന്നുള്ളതാണ്. അവിടെ കിട്ടുന്ന സർവീസ്, അവിടെ കിട്ടുന്ന ക്വാളിറ്റി ഒക്കെ ആ ബ്രാൻഡാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, റൈറ്റ്. സോ അത്തരത്തിലൊരു ബ്രാൻഡ് പവർ നമുക്ക് അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാലും നമുക്കതൊരു USP ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവിടെയും നമ്മളെ അഞ്ചാമത്തെ എക്കണോമിക്കൽ അഡ്വാൻറ്റേജ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊക്കക്കോളയുടെ കമ്പനിയുടെ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് ഓരോന്നോരോന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് ഇവരുടെ സ്റ്റിക്കിനെസ്, എന്താണ് ആൾക്കാർ ദിവസം ചെയ്യുന്നുണ്ട്, വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കോക്ക് വാങ്ങുന്നുണ്ട്. അവിടുത്തെ ഹൈ മാർജിൻ എന്താണ്, കുറഞ്ഞ ചിലവിൽ പ്രീമിയം ആയിട്ടാണ് അവർ വിൽക്കുന്നത്. സോ അവർക്ക് ഹൈ മാർജിൻ അവർക്ക് കിട്ടുന്നുണ്ട്. എക്സ്പാൻഷൻ നോക്കുന്ന സമയത്ത് എന്താണ്, ഗ്ലോബൽ ബീവറേജ് മാർക്കറ്റ് എന്നും വളർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എക്സ്പാൻഷൻ എന്താണ്, സ്മൂത്ത് ആണ്. അതുപോലെ തന്നെ ലോ കോംപ്ലക്സിറ്റി ആണ്. സ്കെയിൽ വലുതാണെങ്കിലും ബിസിനസ് മോഡൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബിസിനസ് മോഡലാണ്. അതുകൊണ്ട് തന്നെ വലിയ കോംപ്ലക്സിറ്റി പ്രശ്നങ്ങൾ അവർക്ക് ഇല്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് മോട്ടലോട്ട് വരുന്ന സമയത്ത് എന്താണ്, അവരുടെ സീക്രട്ട് റെസിപ്പിയാണ്. ആ ബ്രാൻഡും കൂടി ചേരുന്ന സമയത്ത് ഒരു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്ലിയർ ആയിട്ടുള്ള കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്കുള്ള ഒരു ബ്രാൻഡായിട്ട് അവർക്ക് മാറാൻ വേണ്ടി പറ്റുന്നതും അവരുടെ റെസിപ്പിയും അവരുടെ ബ്രാൻഡ് ഐഡന്റിറ്റിയും വെച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ആ USP വെച്ച് ആ മോട്ടോ വെച്ച് അവർക്ക് വലിയ രീതിയിലൊരു ബ്രാൻഡായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അവർക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് കൊക്കോളനെ നിങ്ങൾക്ക് പറഞ്ഞത്. സോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാത്തത് കൊണ്ടല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ഒരു മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള ചീറ്റ് കോഡ്സുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള എക്കണോമിക്കൽ അഡ്വാൻറ്റേജസുകളെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ബിസിനസ് ഗ്രോ ചെയ്യുന്നത് കൊണ്ടാണ് ഇവർക്ക് കൃത്യമായിട്ട് ഇവർ ബിസിനസ്സിനെ ഹൈ റവന്യൂ ഉള്ള $1 ബില്യൺ വാല്യൂഷൻ ഒക്കെ ഉള്ള കമ്പനികളായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ്സിന് ഇതിൽ ഏതൊക്കെ എക്കണോമിക്കൽ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഏതൊക്കെ എക്കണോമിക്കൽ അഡ്വാൻറ്റേജസ് നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നുള്ളത് കൃത്യമായി ലോജിക്കലി നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിച്ചുകൊണ്ട് പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബിസിനസ്സിനെയും ഹൈ റവന്യൂ ഉള്ള ഒരു കമ്പനിയാക്കി, ഹൈ പ്രോഫിറ്റുള്ള ഒരു കമ്പനിയാക്കി നമുക്ക് ബിൽഡ് ചെയ്യാനും അതിൻ്റെ വാല്യൂഷനും അതിൻ്റെ ബെനിഫിറ്റ്സും അതിൻ്റെ ഗ്രോത്തും ഒക്കെ സ്മൂത്ത് ആക്കാനും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സ്കെയിലബിലിറ്റി നമുക്ക് അച്ചീവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പറ്റും. സോ തീർച്ചയായിട്ടും നിങ്ങളത് ചെക്കൗട്ട് ചെയ്യുക, നിങ്ങളത് വർക്ക്ഔട്ട് ചെയ്യുക, നിങ്ങളുടെ ബിസിനസ്സിൽ എങ്ങനെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾ എങ്ങനെ അതിൽ നിന്ന് മനസ്സിലാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക, അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.